തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുക്കും. ശസ്ത്രക്രിയയ്ക്കിടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അമൽ, എന്താണ് നിലവിൽ സ്ഥിതി? നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം? സുമയ്യ ഇവിടെ എത്തി മൊഴി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്താവുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നു. ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിയാൽ അവർ നേരെ DMO ഓഫീസിന് മുന്നിലേക്കെത്തി കുടുംബത്തെയും ഒപ്പം കൂട്ടി പ്രതിഷേധിക്കാനുള്ളൊരു തീരുമാനം കൂടിയുണ്ട്. നിലവിൽ എന്തായാലും ആർക്കെതിരെയെങ്കിലും കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാത്രമാണോ വീഴ്ച വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ പറയുന്ന ഗൈഡ് വയർ ശരീരത്തിൽ സ്ഥാപിക്കുന്നത് ഒരു ഡോക്ടറല്ല, അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരാണ് അല്ലെങ്കിൽ നഴ്സുമാരാണ്, ഒപ്പം സഹായികളാണ് എന്നുള്ള വിശദീകരണമൊക്കെയാണ് ഈ ഡോക്ടർ നൽകുന്നത്. അതിനാൽ തന്നെ ഈ കാര്യത്തിൽ ഡോക്ടർക്ക് നേരിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതിനാണ് വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. മറ്റ് ഡോക്ടർമാരുടെ അടക്കം ഈ വിദഗ്ധരുടെ അടക്കം അഭിപ്രായം തേടിയ ശേഷമായിരിക്കും എന്തായാലും പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. നിലവിൽ ഈ വിശദവിവരങ്ങൾ നൽകിയത്.